നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ഏറ്റവും ഒടുവിലായി ബന്ദിയോട് ദേശീയപാതയിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. ബന്ദിയോട് അടുക്കയിൽ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മദ്രസ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടികളെ ഭയപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷിക്കാൻ പോയ യുവാക്കളെ ഹെൽമറ്റ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചതായും പരാതി. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. രാജരാജേശ്വരി മൂകാംബിക ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടിയത്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 150 കടന്നു. 1000-ലധികം ആളുകളെ കാണാതായതാണ് വിവരം. കാഞ്ഞങ്ങാട് ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി തുടർച്ചയായി 38ാമത് വർഷവും സംസ്ഥാനതല പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 16 ടീമുകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും നടന്നു. വാർത്തകൾ വിശദമായി. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ഏറ്റവും ഒടുവിലായി ബന്ദിയോട് ദേശീയപാതയിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. ഉപ്പള KSEBയിലെ കരാർ ജീവനക്കാരനായ അശോകനാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമാണ് നാടിന് നടുക്കിയ അപകടമുണ്ടായത്. ബന്ദിയോട് ദേശീയപാതയിൽ രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ ബന്ദിയോട് അടുക്കയിലെ അശോകൻ മരണപ്പെട്ടു. ഉപ്പള KSEBയിലെ കരാർ ജീവനക്കാരായിരുന്നു അശോകൻ. അപകടത്തിൽ അശോകന്റെ ഭാര്യ പ്രതിഭ, സഹോദരൻ രാജേഷിന്റെ ഭാര്യ, ആംബുലൻസ് ഡ്രൈവർ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അശോകനെ കാസർഗോട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്കയുയർത്തുന്നുണ്ട്. സമീപകാലത്ത് നിരവധി അപകടങ്ങളാണ് ദേശീയപാതയിലുണ്ടായത്. വാഹനങ്ങളുടെ അമിത വേഗതയാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഡ്രൈവർ നടത്തുന്ന മരണപ്പാച്ചിൽ പലപ്പോഴും യാത്രക്കാരുടെ അടക്കം ജീവനെടുക്കുന്നതിലേക്ക് നയിക്കുകയാണ്. വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അപകടങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബന്ദിയോട് അടുക്കയിൽ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നായയെ കണ്ട് ഓടുന്നതിനിടെ കുട്ടി വീണ് പരിക്കേറ്റു. ഇതിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടികളെ ഭയപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷിക്കാൻ പോയ യുവാക്കളെ ഹെൽമറ്റ് കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചതായും പരാതി. സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്രസ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമം എന്ന പരാതി അന്വേഷിക്കാൻ പോയ യുവാക്കളെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിക്കുകയും കത്തികൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതായും പരാതി. സംഭവത്തിൽ നരഹത്യാശ്രമത്തിനു കേസെടുത്ത മഞ്ചേശ്വരം പോലീസ് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. സൈഫുദ്ദീൻ എന്ന പൂച്ച സൈഫുവിനെയാണ് SI KP ശരത്തിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. മറ്റു പ്രതികളായ ബഡാജെ മോർത്തണയിലെ റാസിഖ്, കടമ്പാറിലെ റാഫി, ഷഫീഫ് എന്നിവർക്കായി തെരച്ചിൽ തുടങ്ങി.
ബഡാജെ കടമ്പ സ്കൂളിന് സമീപത്തെ ഇബ്രാഹിം ഖലീലിന്റെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ബഡാജെ കനിലയിലാണ് കേസിനാസ്പദമായ സംഭവം. മദ്രസ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ റാസിഖ്, റാഫി, ഷെഫീഖ് എന്നിവർ ചേർന്ന് പേടിപ്പിച്ചിരുന്നുവത്രേ. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോയ ഇബ്രാഹിം ഖലീലും സഹോദരനുമാണ് ആക്രമണത്തിന് ഇരയായത്. ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് നെഞ്ചിൽ കുത്താൻ ശ്രമിച്ചപ്പോൾ തടയുന്നതിനിടയിൽ ഇടതു കൈത്തണ്ടയ്ക്ക് കുത്തേൽക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ഇബ്രാഹിം ഖലീലിന്റെ സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ചതായും മഞ്ചേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. രാജരാജേശ്വരി മൂകാംബിക ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടിയത്. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. രാജരാജേശ്വരി മൂകാംബിക ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടിയത്. മഴ ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കവർച്ചക്കാരൻ നാട്ടുകാരുടെ പിടിയിലായത്. പുലർച്ചെ 2 മണിക്കാണ് സംഭവം നടന്നത്. സമീപത്തെ KV ശശോഭ് കുമാറിന്റെ വീട്ടിലെ വിറകുപുരയിൽ നിന്നും മഴുവെടുത്താണ് ക്ഷേത്രത്തിന്റെ പൂട്ട് തകർക്കാൻ ശ്രമിച്ചത്. നാട്ടുകാർ സംഭവം കണ്ട് പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഹോസ്ദുർഗ് പോലീസിന് കൈമാറി. നിരവധി കവർച്ചാ കേസിലെ പ്രതിയാണ് ഹരീഷ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 150 കടന്നു. 1000-ലധികം ആളുകളെ കാണാതായതാണ് വിവരം. നേപ്പാളിൽ കുടുങ്ങിയ 36 അംഗ മലയാളികൾ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 150 കടന്നു. ഇന്ത്യയിലെ 1000-ലധികം പേരെ കാണാതായി. ഇതിനിടയിൽ നേപ്പാളിൽ കുടുങ്ങിയ 36 അംഗ മലയാളികൾ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് സ്വദേശികൾ ഉൾപ്പെടുന്ന 36 അംഗ മലയാളി സംഘമാണ് നേപ്പാളിൽ കുടുങ്ങിയത്. പ്രളയത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരിൽ 5 കാസർഗോഡ് സ്വദേശികളുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ റിട്ടയർഡ് SI ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര സംഘം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നേപ്പാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. തങ്ങൾ സുരക്ഷിതരാണെന്നും മറ്റൊരു വഴിയിലൂടെ യാത്ര തുടരുകയാണെന്നും സംഘത്തിലുള്ള റിട്ടയർഡ് SI പ്രദീപ് കുമാർ അയച്ച സന്ദേശത്തിൽ വ്യക്തമാകുന്നു. നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ ജില്ലയിലുണ്ടായ ഈ ആക്സിഡന്റിൽ, ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തതയില്ല. കോട്ടയം, എറണാകുളം സ്വദേശികൾ ഉൾപ്പെടെ 36 അംഗ സംഘമാണ് വിനോദസഞ്ചാരികളായി ഉണ്ടായത്. ഈ മാസം 23-ന് എറണാകുളത്തു നിന്നും ട്രാവൽ ഏജൻസി വഴിയാണ് സംഘം വിനോദയാത്ര പോയത്. ബുധനാഴ്ച രാവിലെ ട്രാവലർ കാഠ്മണ്ഡുവിൽ നിന്നും പോകുന്ന വഴിയിലായിരുന്നു പ്രളയമുണ്ടായത്. കുറച്ചുകൂടി മുന്നോട്ടു നീങ്ങിയിരുന്നുവെങ്കിൽ പ്രളയത്തിൽ തകർന്ന 2 ബ്രിഡ്ജുകൾക്കിടയിൽ സംഘം കുടുങ്ങിപ്പോകുമായിരുന്നുവെന്ന് പ്രദീപ് കുമാർ പറഞ്ഞു. ഭാഗ്യം കൊണ്ടാണ് എല്ലാവരും സുരക്ഷിതരായി രക്ഷപ്പെട്ടത്. കാഞ്ഞങ്ങാട് സ്വദേശിയായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, പെരിയ പോളിടെക്നിക്കിലെ അധ്യാപകൻ രാജൻ, ചെറുവത്തൂർ വലിയ പൊയിലിലെ അധ്യാപകനും കവിയുമായ അനിൽ നീലാംബരി എന്നിവരും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്. കൂടാതെ കണ്ണൂരിലെ അധ്യാപകരും ബാങ്ക് ജീവനക്കാരും സംഘത്തിലുണ്ടായിരുന്നു. സംഘവുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും വിവരങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തതായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP വ്യക്തമാക്കി. നിലവിൽ ഇവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇവരുമായി ഇതിനോടകം ബന്ധപ്പെട്ടിട്ടുണ്ട്. സംഘത്തിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും തുടർ സഹായങ്ങളും സർക്കാർ തലത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയായ മുഖ്യമന്ത്രി പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും MP അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി തുടർച്ചയായി 38ാമത് വർഷവും സംസ്ഥാനതല പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 16 ടീമുകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി തുടർച്ചയായി 38ാമത് വർഷവും സംഘടിപ്പിച്ച സംസ്ഥാനതല പൂക്കള മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 16 ടീമുകൾ പങ്കെടുത്തു. വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും ജനപിന്തുണ കൊണ്ടും വൻ വിജയമായിരുന്നു സംസ്ഥാനതല പൂക്കള മത്സരം. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാർ ഒരുക്കിയ പൂക്കളം കാണാൻ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ആശ്രമത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. സംസ്ഥാനതല പൂക്കള മത്സരത്തോടനുബന്ധിച്ച് മംഗലാപുരം ടീമിന്റെ പുലിക്കളിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി.
മത്സരത്തിൽ ഒന്നാം സമ്മാനമായ കല്ലംചിറ കെ ബാലകൃഷ്ണൻ സ്മാരക സ്വർണ്ണക്കപ്പും 38,000 രൂപയുടെ ക്യാഷ് അവാർഡും കരസ്ഥമാക്കിയത് വിജയകുമാർ ആൻഡ് പാർട്ടി നവോദയ എറണാകുളമാണ്. രഞ്ജിത്ത് കെ വി ആൻഡ് പാർട്ടി ശ്രീലക്ഷ്മി കണ്ണപുരം 2ാം സ്ഥാനം നേടി. 3ാം സമ്മാനം കരസ്ഥമാക്കിയത് ശശി ആൻഡ് പാർട്ടി കോതറമ്പത്ത് ഉദുമയാണ്. 4ാം സമ്മാനത്തിന് അർഹമായത് ഷിജേഷ് ആൻഡ് പാർട്ടി വിരാസ് കോളേജ് പയ്യന്നൂരാണ്. കൂടാതെ 5 മുതൽ 10 വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ടീമുകൾക്ക് പ്രത്യേക ക്യാഷ് അവാർഡ് നൽകി. സമാപന സമ്മേളനത്തിൽ കേരള ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ IAS സാന്നിധ്യത്തിൽ കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിപാടികൾ നടക്കും എന്നാണ് പല സ്ഥലത്തുള്ള നോട്ടീസും ഇതൊക്കെ കാണുമ്പോൾ അറിയുന്നത്. ഒരു കൊയ്ത്തുത്സവമാണ് ഓണം. ഏതാണ്ട് വിഷുവോടുകൂടി ആഘോഷ പരിപാടികൾ സമാപിക്കും. വിഷുവിനെ തുടർന്ന് അല്ലെങ്കിൽ വിഷുകാലത്ത് വിത്തിട്ട് ആ വിത്ത് കൊയ്യുന്ന വിത്ത് പാകപ്പെട്ട് വളർന്നു വന്ന് അത് കൊയ്തെടുക്കുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം. അപ്പോൾ കൊയ്ത്തുകാലം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആകെ സന്തോഷത്തിൻ്റെയും ആ നിലയിലുള്ള ഒരു കാലമാണ്. അങ്ങനെ ഒരു കൊയ്ത്ത് കാല ആഘോഷമായി അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ആഘോഷമായി കേരളീയർ കൊണ്ടാടുന്ന മലയാളികൾ കൊണ്ടാടുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ഇത്രമാത്രം വലിയ പങ്കാളിത്തത്തോടുകൂടി ശ്രദ്ധേയമായ നിലയിൽ നടത്തുന്ന ഈ പൂക്കള മത്സരത്തിൽ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇനിയുള്ള കാലവും ഇതുപോലെ ശ്രദ്ധേയമായ നിലയിൽ നിങ്ങൾക്ക് ഇത് നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നഗരസഭാ കൌൺസിലർമാരായ PV ചന്ദ്രൻ മാസ്റ്റർ, സൗമ്യ സുനൽ, കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമം പബ്ലിക് ട്രസ്റ്റ് സെക്രട്ടറി KV ഗണേശൻ എന്നിവർ സംബന്ധിച്ചു. സമിതി പ്രസിഡന്റ് നിതിൻ കുമാർ സ്വാഗതവും ട്രഷറർ സുധീർ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും നടന്നു. മുൻ സ്പീക്കറും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AN ഷംസീർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 56ാം ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും തിരുവോണനാളിൽ നോർത്ത് കോട്ടച്ചേരിയിൽ വെച്ച് നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സ്പീക്കറുമായ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ച് പുരസ്കാര വിതരണം നടത്തി. സാംസ്കാരിക പ്രവർത്തകർ വളരെ വ്യക്തമായി രാഷ്ട്രീയം വ്യക്തമാക്കണം. സാംസ്കാരിക പ്രവർത്തകരെ നിങ്ങൾ ആരുടെ പക്ഷത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ടായി. അതുപോലെ ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പ്രവർത്തകർ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ ശക്തമായി നിലകൊള്ളേണ്ട ഘട്ടമാണ്. അല്ലാതെ ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചു പോകേണ്ട ഘട്ടമല്ല. തീർച്ചയായും അതിൽ അഭിമാനിക്കാം വികാസുദ്ധൻ മാങ്ങാട് മാഷ്ക്ക്. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയാണ്. ഇവിടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കറിയാം, വർത്തമാനകാല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നു, എല്ലാം വർഗീയവൽക്കരിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വാഭി താല്പര്യങ്ങൾക്കും വേണ്ടി ഏത് നിലപാട് സ്വീകരിക്കാനും മടിയില്ലാത്ത രീതിയിൽ ഭരണകൂടമാകുന്നു. ഇവിടെ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞോ ഇല്ല, ആർക്കും അറിയില്ല. പ്രറോഗിയ എന്ന് പറയും. പ്രറോഗിയ എന്ന് പറഞ്ഞാൽ സഭ അനിശ്ചിതകാലത്തേക്ക് വരുന്നതാണ്. അത് ഗവൺമെന്റ് ശുപാർശ ചെയ്താൽ അതിനുശേഷം സ്പീക്കർ കണ്ട് ഫയൽ നേരിട്ട് ഗവർണർക്ക് അയക്കും. അതാണ് പ്രറോഗേഷൻ. ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം പ്രറോഗ് ചെയ്തോ ഇല്ലേ എന്ന് ആർക്കും അറിയില്ല. ഡോക്ടർ A അശോകൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പുരസ്കാരം ഏറ്റുവാങ്ങി. ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ PV അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി ഗോകുൽ GK സ്വാഗതം പറഞ്ഞു. പൂരക്കളിയിൽ കേരള ഫോക്കുലർ അവാർഡ് ജേതാവായ ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം സ്ഥാനികൻ കുമാരൻ വെളിച്ചപ്പാടിന് ആദരവും ക്ലബ് പരിധിയിലെ SLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അനുമോദനം നൽകി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ്
തുളസി വി സമ്മാനദാനം നിർവഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം ശിവജി വെള്ളിക്കോത്ത്, CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ വിശ്വനാഥൻ, അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം സുനിൽ, നോർത്ത് കോട്ടച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MB ദിലീപ് എന്നിവർ സംസാരിച്ചു. ക്ലബ് ട്രഷറർ ബീന താനത്ത് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് റെഡ് സ്റ്റാർ നോർത്ത് കോട്ടച്ചേരി അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് ശ്രദ്ധേയമായി. രാത്രി 9 മണിക്ക് കാഞ്ഞിരപ്പൊയിൽ സഫ്ദർ ഹാഷ്മി നാടൻ കലാവേദി അവതരിപ്പിച്ച ബ്ലാക്ക് പെപ്പേഴ്സ് നാടൻ പാട്ടും നാടൻ കലകളും ശ്രദ്ധേയമായി. കട്ട് റെഡ് സ്റ്റാർ UAE കമ്മിറ്റി സ്പോൺസർ ചെയ്ത പരിപാടിയായ കാഞ്ഞിരപ്പൊയിൽ സഫ്ദർ ഹാഷ്മി നാടൻ കലാവേദിയുടെ ബ്ലാക്ക് പെപ്പേഴ്സ് നാടൻ പാട്ടും നാട്ടുകലകളും അവതരിപ്പിച്ചു. നിരവധി ആളുകളാണ് പരിപാടി കാണാനായി എത്തിയത്. പരിപാടിയുടെ ഭാഗമായി കലാകായിക മത്സരങ്ങളും നടന്നു. തലയണാടി മത്സരം ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വോർക്കാടി ഗ്രാമപഞ്ചായത്തിൽ അടുത്തിടെ നടന്ന ഓണാഘോഷം ശ്രദ്ധേയമായത് കലം പൊട്ടിക്കൽ മത്സരത്തിലായിരുന്നു. കോൺഗ്രസ് അംഗം ഗായത്രി കണ്ണുകെട്ടി വടിയുപയോഗിച്ച് കലം തകർക്കാൻ ശ്രമിച്ചപ്പോൾ CPI അംഗം പൂർണിമയുടെ തലയിലേക്ക് കൊള്ളുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. വോർക്കാടി ഗ്രാമപഞ്ചായത്തിൽ അടുത്തിടെ നടന്ന ഓണാഘോഷം കേവലം ഒരു സാംസ്കാരിക ആഘോഷം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സൗഹാർദ്ദവും ചിരിയുടെ അലയൊലികളും തീർത്ത സംഭവത്തിന് വേദിയായി മാറി. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കണ്ണുകെട്ടി കലം തകർക്കൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും വലിയ ആവേശത്തോടെയാണ് ഈ വിനോദ മത്സരത്തിൽ പങ്കെടുത്തത്. ഈ ആഹ്ലാദത്തിനിടയിൽ BJP അംഗം തുളസികുമാരി കോൺഗ്രസ് അംഗം ഗായത്രിയുടെ കണ്ണുകെട്ടി കയ്യിൽ വടിയും കൊടുത്ത് കലം തകർക്കാൻ അയച്ചു. എന്നാൽ വടിയുപയോഗിച്ച് കലം തകർക്കാൻ ശ്രമിച്ചപ്പോൾ CPI അംഗം പൂർണിമയുടെ തലയിലേക്ക് കൊള്ളുകയായിരുന്നു. എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത ഈ മത്സരം ആവേശവും ചിരിയും സമ്മാനിച്ച അനുഭവമായി മാറി. നിലവിൽ ഈ തമാശ രൂപത്തിലുള്ള വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ചിരിപ്പിക്കാനും ഒന്നിപ്പിക്കാനും ഈ സംഭവം കാരണമായി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവ്, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മടിക്കൈ കമ്മാരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കല്യാണം അഭയം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ കമ്മാരൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കല്യാണം അഭയം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ചിങ്ങമാസത്തിൽ തിരുവോണം ആഘോഷിക്കുകയാണ്. ഒരുമയുടെ ഉത്സവമായ ഈ ഓണത്തിൽ ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള ഈ വൃദ്ധം അഭയസദനത്തിലെ പ്രവർത്തകർക്ക് കമാർജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു ഓണ സമ്മാനം നൽകുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ കമ്മാരേട്ടൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന കമാർജി ക്ലബിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ നമ്മുടെ ഗുരുജനങ്ങൾക്ക് ഓണസമ്മാനം കൊടുക്കുന്നുണ്ട്. തൻ്റെതായ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇത്തരം അഭയകേന്ദ്രങ്ങളിൽ എത്തപ്പെട്ട അവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സേവാഭാരതിയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം അഭയകേന്ദ്രത്തിലും അതുപോലെ തന്നെ അനാഥരായവരെയും അശരണരായവരെയും പാലിയേറ്റീവ് കെയർ വഴി വീടുകളിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന സേവാഭാരതിക്ക് ഉള്ള അകൈതമായ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വി രതീഷ്, മനോജ് കല്യാണം, നിതിൻ പ്രസാദ്, സുഭാഷ്, AP ശ്രീജിത്ത്, വാമിക സന്തോഷ് എന്നിവർ സംസാരിച്ചു. കെ വേണുഗോപാലൻ സ്വാഗതവും അഭയം വൃദ്ധാശ്രമത്തിലെ ശ്രീരാംജി ചെന്നൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാറ്റാടി ജനശക്തി കലാവേദി 39ാമത് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു.
കാറ്റാടി ജനശക്തി കലാവേദി 39ാമത് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം നീലേശ്വരം നഗരസഭാ ചെയർമാൻ പി മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ഓണം മലയാളികളുടെ ദേശീയോത്സവമായിട്ട് മാറിയാണ്. ഓണത്തിന്റെ മിത്തും ഐതിഹ്യവും അതെല്ലാം ഹൈന്ദവ മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും ആ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഓണം എല്ലാവരും ആഘോഷിക്കേണ്ടതാണ് എന്നുള്ളതും ഓണം നമ്മളൊരു വലിയൊരു സങ്കല്പത്തിന്റെ ആഘോഷമാണ് എന്നുള്ളതും ഇന്ന് മലയാളികൾ തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഈ ഓണത്തെ സംബന്ധിച്ച് ഈ ഗൂഗിളിലൊക്കെ ChatGPT-യിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ലോകത്ത് ഓണവുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് ആഘോഷങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ജനശക്തി കലാവേദി പ്രസിഡന്റ് പ്രമോദ് കാറ്റാടി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രമുഖ സാംസ്കാരിക പ്രഭാഷകൻ VK സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തി. ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. എന്തുകൊണ്ടാ കൊന്നപ്പൂ പറഞ്ഞ് ചെമ്പരത്തി പൂവെന്നോ പനിനീർ പൂവെന്നോ പറയാത്തത്? മറ്റു പുഷ്പങ്ങളെല്ലാം അനുകൂല സാഹചര്യത്തിൽ തണുപ്പും വസന്തവും ഈർപ്പവുമുള്ള കാലത്ത് വിരിയുന്ന പൂക്കളാണ്. എന്നാ കൊന്നപ്പൂവ് വിരിയുന്നത് വേനൽക്കാലത്ത് വേനൽ ചൂടി ഉരുകിയ മണ്ണിൽ വേലിറങ്ങി കണിക്കൊന്ന പൂക്കും. പ്രതിസന്ധിയിൽ പുഞ്ചിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കൊന്നപ്പൂവ്. പ്രതിസന്ധി ഉണ്ടായാലും ആർദ്രതയുടെ കണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചു പോയി അതിന്റെ വേരുകൾ കണ്ടെത്തി അതിൽ സ്വർണ്ണ നിറം ചാലിച്ച് പുഞ്ചിരിക്കാൻ കഴിയുന്ന കൊന്നപ്പൂവുകൾ പ്രതിസന്ധിയിലും മുറിച്ചു കടക്കാനുള്ള മനുഷ്യന്റെ കരുത്തിന്റെ പ്രതീകമാണ്. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ, കൊളവയൽ ലോക്കൽ സെക്രട്ടറി ഗംഗാധരൻ കൊളവയൽ, DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സുജിത് മോനാച്ച, CPIM കൊളവയൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കാറ്റാടി, വിപിൻ കാറ്റാടി, CPIM കാറ്റാടി സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി സുഭാഷ് കാറ്റാടി, ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി SK സുജിത് എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് MK സുമതി സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി രതീഷ് കാറ്റാടി സ്വാഗതവും ട്രഷറർ T മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജനശക്തി കലാവേദിയിലെ പ്രവർത്തകർ അവതരിപ്പിച്ച കലാസന്ധ്യയും ചിലമ്പൊലിയുടെ ഗോത്രപെരുമ നാടൻ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2ാം വാർഡ് മുന്തന്റെ മുലയിൽ പച്ചക്കറി വിളവെടുപ്പ് നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാരി ഉദ്ഘാടനം ചെയ്തു. കൃഷിയുടെ നെറുകയിൽ സ്ത്രീകൾ കൈകോർത്തപ്പോൾ വിഷമില്ലാ പച്ചക്കറികളുമായി കുടുംബശ്രീ ഓണത്തിന് കാവേരി JLG അംഗങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ഐക്യത്തിന്റെയും ഫലമായി 2ാം വാർഡ് മുന്തന്റെ മുലയിൽ പച്ചക്കറി വിളവെടുപ്പുത്സവമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാരി ഉദ്ഘാടനം ചെയ്തു. എന്താ പറയേണ്ടത്, വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം വീട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഈ പൂവ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അതോടൊപ്പം തന്നെ മുറ്റത്ത് തന്നെ പച്ചക്കറിയും ഈ പ്രതികൂല കാലാവസ്ഥയിലും നിങ്ങൾ ഇതിനെ ഇത്രമാത്രം പരിപാലിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, കുറേ നാള് നല്ല വെയിലായിരുന്നു, മഴ പെയ്യേണ്ട സമയത്തൊക്കെ നല്ല വെയിലായി, അതിനുശേഷം തീരാത്ത മഴയുമായിരുന്നു. അപ്പൊ ആ കാലാവസ്ഥയിലും നിങ്ങൾ അതിനെ അത്രമാത്രം പരിപാലിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അഭിമാനത്തോടുകൂടി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ഓണച്ചന്തയിലേക്ക് നമുക്ക് ആവശ്യമായ പച്ചക്കറി എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്നലെ മുതൽ വിദ്യക്ക് ടെൻഷനായിരുന്നു. ഇന്നലെ യോഗം വിളിച്ചപ്പോഴൊക്കെ ആൾക്കാരില്ല, പിന്നെ പച്ചക്കറി എത്തോ എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു. പക്ഷെ എന്തു തന്നെയായാലും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ കാലാവസ്ഥയിലും ഇത്രമാത്രം വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇതിന് മുൻപിലേക്ക് വരേണ്ടത്. നമ്മുടെ വിഷരഹിതമായ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാലോ, ഓണം വരാൻ വേണ്ടി പോവുകയാണ്. ഇനി 2-3 ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമുക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഓണസദ്യ എന്ന് പറയുന്നത്. ഈ ഓണസദ്യക്ക് ആവശ്യമായ പച്ചക്കറിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ പനത്തടി പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ വിത്തിടൽ പരിപാടിയൊക്കെ നമ്മൾ നടത്തി വന്നിട്ടുള്ളത്. വീട്ടുമുറ്റങ്ങളിൽ നിന്നും പച്ചക്കറികൾ പറിച്ചെടുക്കുന്ന ഓരോ കൈകളിലും സ്വയം തൊഴിലിന്റെ അഭിമാനം തെളിഞ്ഞു. സ്വയം തൊഴിൽ സ്വയം അഭിമാനം എന്ന മുദ്രാവാക്യം ജീവിതമാക്കിയാണ് കാവേരി JLG അംഗങ്ങളായ വത്സല, ലീല, ലത, ഓമന എന്നിവർ
ഈ ഉദ്ഘാടന കർമ്മത്തിൽ CDS ചെയർപേഴ്സൺ വിദ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ പുഷ്പലത സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ മോഹൻദാസ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. അഗ്രി CRP ശ്രുതി, ആനിമേറ്റർ രജനി, ബാലസഭ RP ശ്രീദേവി, ADS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CDS മെമ്പർ ജയ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. ഈ ഓണം നിക്ഷനോളം. കണ്ടതിലും കേട്ടതിലും കൂടുതൽ ഓഫറുകളും ആകർഷകമായ ആനുകൂല്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 4 ഹുണ്ടായി എക്സ്റ്റർ കാറുകൾ, 2 അൾട്രാ വയലറ്റ് X47 ബൈക്കുകൾ, 4 ഏതർ റിസ്റ്റ സ്കൂട്ടറുകൾ. ഇതുമാത്രമല്ല, നിരവധി ഓഫറുകളും ആനുകൂല്യങ്ങളും. ഈ ഓണം നിക്ഷനോളം. ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. വാർത്തകൾ തുടരുന്നു. പി അമ്പുനായർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വീണശ്ശേരി പി അമ്പുനായർ സ്മാരക പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. പി അമ്പുനായർ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വീണശ്ശേരി പി അമ്പുനായർ സ്മാരക പരിസരത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ഷിജി അഭിലാഷ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. KV കൊട്ടൻകുഞ്ഞി, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. O പ്രതീഷ് സ്വാഗതവും P മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെക്കേപ്പുറം മുസ്ലിം ജമാഅത്ത് മിലാദ് കമ്മിറ്റി നബിദിന റാലി സംഘടിപ്പിച്ചു. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇക്ബാൽ നഗർ ഹിദായത്തുൽ അനാം ഹയർ സെക്കൻഡറി മദ്രസ മിലാദ് കമ്മിറ്റി ചെയർമാൻ PP അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തി. തെക്കേപ്പുറം മുസ്ലിം ജമാഅത്ത് മിലാദ് കമ്മിറ്റി നബിദിന റാലി സംഘടിപ്പിച്ചു. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇക്ബാൽ നഗർ ഹിദായത്തുൽ അനാം ഹയർ സെക്കൻഡറി മദ്രസ മിലാദ് കമ്മിറ്റി ചെയർമാൻ PP അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തി. ചടങ്ങിൽ ജമാഅത്ത് ഭാരവാഹികൾ, മിലാദ് കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ ഉസ്താദുമാർ, വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്ത സ്നേഹസന്ദേശ റാലി വർണ്ണാഭമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കടപ്പുറം MU മദ്രസയിൽ നടന്ന നബിദിന ഘോഷയാത്ര വർണ്ണാഭമായി. മിലാദ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് പാലായി പതാക ഉയർത്തി. റഹ്മാനിയ ജുമാ മസ്ജിദ് മിലാദ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫറഷാത്തുൽ മദീന മിലാദ് ടാലന്റ് ഫിയസ്റ്റയുടെ ഭാഗമായി മിലാദ് ഘോഷയാത്ര സംഘടിപ്പിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് യാ റസൂൽ സലാം ലോകമെങ്ങും വാഴ്ത്തിടുന്ന ദൂതരെ സലാം. മിലാദ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് പാലായി പതാക ഉയർത്തി. ഹൃദയം കൊണ്ട് ലഹരി, അതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളുമായിട്ടും നമ്മൾ ഇസ്ലാമികമായിട്ട് ഹദീസിന്റെ ആപ്തവാക്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. കുല്ലു മുസ്ലിമിൻ ഹറാം. ലഹരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും ഹറാമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകല നികല മേഖലകളിലും ഇനി ഞാൻ ഇന്നു മുതൽ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവും ഉപയോഗിക്കുകയോ അത് സ്പർശിക്കുകയോ അത് തൊടുകയോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായി നമ്മൾ നിയ്യത്തെടുക്കണം. ഇൻഷാ അല്ലാഹ് അതിനുകൂടിയുള്ള ഒരു തുടക്കമായി ഈ ഫറാഷത്തുൽ മദീനയുടെ ഈ വേദി, ഈ സംഗമം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മൾ മീലാദ് ഘോഷയാത്രയുടെ ഭാഗമാവുകയാണ്. ഇൻഷാ അല്ലാഹ് ഘോഷയാത്രക്ക് അണിനിരക്കേണ്ട രൂപം, മുന്നിൽ ബാനർ ഉണ്ടാകും. അതിന്റെ ഏറ്റവും മുന്നിലായിട്ട് മദ്രസയിലുള്ള സ്കൗട്ട് വിദ്യാർത്ഥികളാണ് അണിനിരക്കേണ്ടത്. അതിന് പിന്നിൽ ഔദ്യോഗികമായി ബാനറും ജമാഅത്തിന്റെ ഭാരവാഹികൾ, ഉസ്താദുമാർ, അതേപോലെ മഹല്ലത്തിലെ കാരണവന്മാർ എല്ലാവരും അണിനിൽക്കുക. തുടർന്ന് കമ്മിറ്റി പ്രസിഡന്റ് A അബ്ദുള്ളയ്ക്ക് പതാക കൈമാറിയതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ഖത്തീബ് ഉസ്താദ് അബ്ദുറഹ്മാൻ ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മിലാദ് കമ്മിറ്റി കൺവീനർ സയ്യിദ് ദാരിമി ഓപ്പറേഷൻ തൂഫാൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വർണ്ണാഭമായ സ്കൗട്ട് സംഘങ്ങളുടെയും ദഫ് മുട്ട സംഘങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നാട്ടുകാരും ജമാഅത്ത് ഭാരവാഹികളും ഗൾഫ് ഭാരവാഹികളും മഹലിലെ മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വിവിധ പ്രായക്കാരുടെ സജീവ പങ്കാളിത്തവും വർണ്ണാഭമായ അകമ്പടികളും ഘോഷയാത്രയെ ശ്രദ്ധേയമാക്കി. മിലാദ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്രയ്ക്ക് നാട്ടുകാരുടെ മികച്ച പിന്തുണയും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
മിൽമ ക്ഷീരസദനം പദ്ധതിയുടെ ഗുണഭോക്താവായി തിരഞ്ഞെടുക്കപ്പെട്ട ബളാംതോട് ക്ഷീരസംഘത്തിലെ ശോഭാ തമ്പാൻ എന്ന കർഷകയുടെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. മിൽമ ചെയർമാൻ KS മണി നിർവഹിച്ചു. മിൽമ ക്ഷീരസദനം പദ്ധതിയുടെ ഗുണഭോക്താവായി തെരഞ്ഞെടുക്കപ്പെട്ട ബളാംതോട് ക്ഷീരസംഘത്തിലെ ശോഭ തമ്പാൻ എന്ന കർഷകയുടെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. മിൽമ ചെയർമാൻ KS മണി നിർവഹിച്ചു. കഴിഞ്ഞ 46 വർഷമായി കേരളത്തിലെ മിൽമയുടെ പ്രവർത്തനം തുടങ്ങി എന്റെ മുൻഗാമികളായ ആൾക്കാരൊക്കെ പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇന്ന് കാലികമായ മത്സരങ്ങളുടെയും കാലികമായ മാറ്റത്തും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യം എടുത്തുകൊണ്ടാണ് ഈ നിലവിലുള്ള ഭരണസമിതി പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ നൂതനമായ പല പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിലെ ഒരു പദ്ധതിയാണ് നമ്മൾ പറഞ്ഞ ക്ഷീരസദനം. 60 പേർക്ക് നമ്മുടെ പാവപ്പെട്ട ക്ഷീര കർഷകർക്ക് രാവും പകലും കഷ്ടപ്പെട്ട് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ മിച്ചം വെച്ച് നമുക്ക് അടുത്തുറപ്പുള്ള ഒരു വീടുണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള ഹതഭാഗ്യരായിട്ടുള്ള ക്ഷീര കർഷകർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് 2020-21 വർഷത്തിൽ നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. ആദ്യം ഒരു വീട് ഒരു ജില്ലയിൽ തന്ന പദ്ധതി 5 ലക്ഷം കൊടുത്തിട്ടാണെങ്കിൽ പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. മിൽമ മലബാർ യൂണിയൻ മാനേജിംഗ് ഡയറക്ടർ NK പ്രേംലാൽ പദ്ധതി വിശദീകരണം നടത്തി. LIC ഇൻഷുറൻസ് സഹായം മിൽമ ഡയറക്ടർ PP നാരായണൻ വിതരണം ചെയ്തു. മിൽമ സായന്തനം പദ്ധതി ധനസഹായം മിൽമ മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ K. സുധാകരൻ വിതരണം ചെയ്യുകയും പനത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. പത്മകുമാരി മിൽമ ഇൻസെന്റീവ് വിതരണം ചെയ്യുകയും ചെയ്തു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണം പഞ്ചായത്ത് മെമ്പർ അനില കുമാരി നിർവഹിച്ചു. മലബാർ മേഖലാ യൂണിയൻ മുൻ ചെയർമാൻ KN സുരേന്ദ്രൻ നായർ, കാസർഗോഡ് P&I വിഭാഗം ഡിസ്ട്രിക്ട് ഓഫീസർ ഷാജി V, മേഘ മുരളീധരൻ, AK രാധാകൃഷ്ണൻ, തോമസ് മാത്യു, ചാക്കോ PK എന്നിവർ സംസാരിച്ചു. ബളാംതോട് സംഘം പ്രസിഡന്റ് വിജയകുമാരൻ നായർ KN സ്വാഗതവും സംഘം സെക്രട്ടറി പ്രദീപ് കുമാർ CS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 65ാമത് ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ഗ്രന്ഥലോകം മാസിക ചീഫ് എഡിറ്റർ PVK പനയാൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു. 65ാമത് ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് ലോഗോ പ്രകാശനം നടന്നത്. ഗ്രന്ഥലോകം മാസിക ചീഫ് എഡിറ്റർ PVK പനയാൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു. സ്റ്റെഫി PA ആണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. സംഘാടക സമിതി വൈസ് ചെയർമാൻമാർ, വിവിധ സബ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക TV, പഞ്ചായത്ത് അംഗങ്ങളായ കാഞ്ചന V, ഷാഫി APM, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഹമ്മദ് അലി TK, വർക്കിംഗ് ചെയർമാൻ അനിൽകുമാർ KT, വേണു അരവത്ത്, വേണു പനയാൽ, ഭവിത സന്തോഷ്, ഷൈജ T, നീലമന ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ സജിത KM സ്വാഗതവും കൺവീനർ T. മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ പുരന്ദരദാസ സംഗീത കലാമന്ദിരത്തിന്റെ സുവർണ മഹോത്സവം ഓഗസ്റ്റ് 28 മുതൽ 30 വരെ നടക്കും. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികളുടെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ಭಾರವಾಹಿകൾ ವಾರ್ತಾ ಸಮ್ಮೇಳನത്തിൽ അറിയിച്ചു. ಇದು ನಾವು ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾರಂಭಿಸುತ್ತೇವೆ. ಹಾಗೆಯೇ ಆ ದಿನ ಸಂಗೀತ ಸೇವೆಯಲ್ಲಿ ಊರಿನ ಪರವೂರಿನ ಮತ್ತು ಕ್ಲಾಸಿನ ವಿದ್ಯಾರ್ಥಿಗಳಿಂದ ಸಂಗೀತ ಸೇವೆಯು, ಹಾಗೆ ಪ್ರಧಾನ ಕಚೇರಿಯಾಗಿ ಅವತ್ತು ಅತ್ರೇಯಿ ಕೃಷ್ಣನ್, ವಿದೂಷಿ ಅತ್ರೇಯಿ ಕೃಷ್ಣನ್ ಇವರ ಪ್ರಧಾನ ಕಚೇರಿ ಸಂಜೆ 5:30ಯಿಂದ ನಡೆಯಲಿಕ್ಕಿದೆ. ಆ ಕಚೇರಿಗೆ ನೀವೆಲ್ಲರೂ ಊರಿನವರು, ಕಲಾವಿದರು ಎಲ್ಲರೂ ಪ್ರೋತ್ಸಾಹಿಸುವುದಕ್ಕಾಗಿ ಬಂದು ಸೇರಿ ನಮ್ಮನ್ನು ಸಂತೋಷಪಡಿಸಬೇಕು. ಮಾರನೇ ದಿನ 29ನೇ ತಾರೀಕು ದಿವಸ ಅಂದರೆ ಶನಿವಾರ ಬೆಳಿಗ್ಗೆ 10:30 ಗಂಟೆಗೆ ಎಡನೀರು ಶಂಕರಾಚಾರ್ಯ ಮಠದಲ್ಲಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಮತ್ತೆ ಮುಂದುವರಿಸುತ್ತೇವೆ. ಇದರ ಎಲ್ಲ ಭಾರವನ್ನು ಶ್ರೀ ಸಚ್ಚಿದಾನಂದ ಸ್ವಾಮೀಜಿಯವರು, ಎಡನೀರು ಮಠದ ಶ್ರೀ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮಿಗಳು ಆಶೀರ್ವಚನ ಮಾಡಿ ಉದ್ಘಾಟಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಹಾಗೆ ಆ ದಿನ ವಿದ್ಯಾರ್ಥಿಗಳು ಊರಿನ ಕಲಾವಿದರಿಂದ ಸಂಗೀತ ಸೇವೆ 10:30 ಗಂಟೆಗೆ ಪ್ರಾರಂಭಿಸಿ ಆ ದಿನದ
ಪ್ರಧಾನ ಕಚೇರಿಯಾಗಿ ವಿದ್ವಾನ್ ಅಜಯ್ ನಂಬೂದಿರಿ ಚೆನ್ನೈ ಇವರು 5:15 ಗಂಟೆಗೆ ಪ್ರಧಾನ ಕಚೇರಿ ನೀಡಲಿಕ್ಕಿದ್ದಾರೆ. 6 ಗಂಟೆಗೆ ಅವರೊಂದಿಗೆ ಚೆನ್ನೈಯಿಂದ ಬರುವಂತಹ ವಯಲಿನಿಸ್ಟು ಮೃದಂಗಿಸ್ಟು ಸಹಕರಿಸ್ತಾರೆ. ಇದಕ್ಕೆ ತಾವೆಲ್ಲರೂ ಬಂದು ಸಹಕರಿಸಬೇಕು. ಹಾಗೆ ಮುಂದೆ ಸಮಾರೋಪದ ದಿವಸ ಇರುವ ಕಚೇರಿಯಲ್ಲಿ ಬೆಳಗ್ಗೆ 10:30 ಗಂಟೆಯಿಂದ ನೀಲಮಲೆ ಶಂಕರ ನಂಬೂದಿರಿ ಅವರು ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟಿಸಿದ್ದಾರೆ. ಆಮೇಲೆ 11 ಗಂಟೆಗೆ ಸರಿಯಾಗಿ ಮಹಾವಿದ್ವಾನ್ ಸಂಗೀತದ ತುಂಗ ಪರ್ವತದಲ್ಲಿ ಹೇಳುವಷ್ಟು ದೊಡ್ಡ ಕಲಾವಿದರಾದ ವಿದ್ವಾನ್ ವಿಠಲ್ ರಾಮೂರ್ತಿ, ದೇಶದ ಅತ್ಯಂತ ಹಿರಿಯ ಕಲಾವಿದರು, ಅವರಿಂದ ವಯಲಿನ್ ಸೋಲೋ ಕಚೇರಿ ನಡೆಯುತ್ತಿದೆ. ಅದಕ್ಕೆ ಅವರ ಶಿಷ್ಯರಾದ ಪೂರ್ಣಪ್ರಜ್ಞಾ ಇವರು ಅವರೊಂದಿಗೆ ಸಹ ವಾದನ ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. ವಿದ್ವಾನ್ ಬಿ ಶಿವರಾಮನ್ ಚೆನ್ನೈ ಹಾಗೂ ಡಾಕ್ಟರ್ ಸುರೇಶ್ ಅವರು ಪಕ್ವಾದ್ಯದಲ್ಲಿ ಸಹಕರಿಸಲಿಕ್ಕಿದ್ದಾರೆ. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. ഏറ്റവും ഒടുവിലായി ബന്ദിയോട് ദേശീയപാതയിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രോഗി മരിച്ചു. ബന്ദിയോട് അടുക്കയിൽ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മദ്രസ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടികളെ ഭയപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷിക്കാൻ പോയ യുവാക്കളെ ഹെൽമറ്റ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചതായും പരാതി. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിൽ ക്ഷേത്ര കവർച്ചയ്ക്കിടെ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. രാജരാജേശ്വരി മൂകാംബിക ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കുന്നതിനിടെയാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബളാൽ സ്വദേശി ഹരീഷിനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടിയത്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മലവെള്ളപ്പാച്ചിലിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 150 കടന്നു. 1000-ലധികം ആളുകളെ കാണാതായതാണ് വിവരം. കാഞ്ഞങ്ങാട് ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി തുടർച്ചയായി 38ാമത് വർഷവും സംസ്ഥാനതല പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 16 ടീമുകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ ഓണാഘോഷവും കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര വിതരണവും നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.